ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ടതാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിന് നല്ല തടി ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര വേഗതയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങൾ നന്നായി ആഘോഷിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ജോലി ആസ്വദിക്കുന്നു. അദ്ദേഹത്തിന് വളരെ തുച്ഛമായ കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ജോലി ആസ്വദിക്കുന്നു എന്ന് പറയാണ്. ഇവിടെ നിങ്ങൾ ഈ വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിപരീതമായ ഒരു കോൺട്രാസ്റ്റിംഗ് ആയ ഐഡിയാസ് ആണ്. അപ്പൊ നന്നായി തടിയുള്ള ഒരു വ്യക്തിക്ക് വേഗതയിൽ ഓടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ കേസിൽ എന്താണ്, തടി ഉണ്ടായിരുന്നിട്ട് കൂടി വേഗതയിൽ ഓടുന്നു. അതുപോലെ തന്നെ നല്ല മഴയുള്ള സമയത്ത് ഔട്ട്ഡോർ പ്രോഗ്രാമുകളൊന്നും നമ്മൾ സാധാരണ നടത്തില്ല. പക്ഷേ ഇവിടെ മഴ ഉണ്ടായിരുന്നിട്ട് കൂടി അവർ നന്നായിട്ട് ആഘോഷിച്ചു എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ കുറഞ്ഞ തുച്ഛമായ ശമ്പളമായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ജോലി ആസ്വദിക്കുന്നു. സാധാരണ തിരിച്ചുണ്ടാവുക, കുറഞ്ഞ ശമ്പളമാണെങ്കിൽ ആളുകൾക്ക് അത്ര സന്തോഷമൊന്നും ആ ജോലി ചെയ്യാൻ ഉണ്ടാവില്ല, ഒരു തൃപ്തി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ വിപരീതമായ ഈ ഐഡിയകൾ, ഇത്തരത്തിലുള്ള വിപരീതമായ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ഒരുപാട് വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് ബട്ട് ഉപയോഗിക്കാം, ഈവൻ ദോ ഉപയോഗിക്കാം, ദോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഇൻസ്പൈറ്റ് ഓഫ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻസ്പൈറ്റ് ഓഫ്. നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള ഈ ഒരു രീതി വെച്ചിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻസ്പൈറ്റ് ഓഫ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നല്ല തടി ഉണ്ടായിട്ട് കൂടി അയാൾക്ക് ഭയങ്കര വേഗതയാണ്, നല്ല മഴ ഉണ്ടായിട്ട് കൂടി ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി അയാൾ ആ ജോലി ആസ്വദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് പറയാന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു വിപരീത സ്വഭാവം, രണ്ടും വിപരീതമായ കാര്യങ്ങളാണല്ലോ പറയുന്നത്, ആ ഒരു വിപരീത സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട്, എടുത്തു കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രണ്ട് വാചകങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് എന്നുള്ള ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ വാചകം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. എന്താ നമ്മൾ പറഞ്ഞത്, നല്ല തടി ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര വേഗതയാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് പറയുന്നത്. ഹി വാസ് വെരി ഫാസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഹി വാസ് വെരി ഫാസ്റ്റ്, അയാൾ ഭയങ്കര വേഗതയുള്ള ആളായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അമിതഭാരം, പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതഭാരം എന്നൊക്കെ നമുക്ക് പറയാം. അമിതഭാരം ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് ഭയങ്കര വേഗതയായിരുന്നു. ഹി വാസ് വെരി ഫാസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഒന്നുകൂടെ പറയാം, ഹി വാസ് വെരി ഫാസ്റ്റ്, അദ്ദേഹത്തിന് ഭയങ്കര വേഗതയായിരുന്നു. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്, ഓവർ വെയ്റ്റ് ആയിരുന്നിട്ട് കൂടി, പൊണ്ണത്തടി ഉണ്ടായിരുന്നിട്ട് കൂടി, നല്ല തടി ഉണ്ടായിരുന്നിട്ട് കൂടി, ആ ഉണ്ടായിരുന്നിട്ട് കൂടി എന്ന് പറയാനാണ് നമ്മൾ അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഹി വാസ് വെരി ഫാസ്റ്റ് ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഓവർ വെയ്റ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു വാചകം ഇങ്ങനെയായിരുന്നു, നല്ല മഴ ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങൾക്ക് ഭയങ്കര സെലിബ്രേഷൻ ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നല്ല മഴ ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എങ്ങനെയാ പറയുന്നത്, വി ഹാഡ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ. അങ്ങനെയാ പറയാം, വി ഹാഡ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ, ഞങ്ങൾക്ക് ഭയങ്കര സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ, മഴയായിരുന്നിട്ട് കൂടി, ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ, മഴ ഉണ്ടായിരുന്നിട്ട് കൂടി ഞങ്ങൾക്ക് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. വി ഹാഡ് എ ഗ്രേറ്റ് സെലിബ്രേഷൻ ഇൻ സ്പൈറ്റ് ഓഫ് ദി റെയിൻ. ഇങ്ങനെയാണത് പറയുന്നത്. അടുത്തതായി നമ്മൾ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ജോലി ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ, കുറഞ്ഞ ശമ്പളമായിരുന്നിട്ട് കൂടി അദ്ദേഹം ആ ജോലി ആസ്വദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ വാചകം പറയുന്നത്, ഹി എൻജോയ്സ് ഹിസ് ജോബ് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ലോ സാലറി. ഹി എൻജോയ്സ് ഹിസ് ജോബ് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ലോ സാലറി. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ലോ സാലറി, അദ്ദേഹത്തിന്റെ വളരെ ലോ സാലറി ആയിരുന്നിട്ട് കൂടി ഹി എൻജോയ്സ് ഹിസ് ജോബ്, അയാളുടെ ജോലി ആസ്വദിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, ഹി എൻജോയ്സ് ഹിസ് ജോബ്. എൻജോയ്സ് എന്ന് പറഞ്ഞാൽ എസ് കൂട്ടി പറയുമ്പോൾ ആസ്വദിക്കുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. ഹി എൻജോയ്സ് ഹിസ് ജോബ് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ലോ സാലറി. ലോ സാലറി ആയിരുന്നിട്ട് കൂടി, അങ്ങനെ ആയിരുന്നിട്ട് കൂടി, ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇൻ സ്പൈറ്റ് ഓഫ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഹി എൻജോയ്സ് ഹിസ് ജോബ് ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ലോ സാലറി.
ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു വാചകം എങ്ങനെയാണ്, ഒരാൾക്ക് നല്ല വിശപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം ഒന്നും കഴിച്ചില്ല എന്ന് പറയാണ്. നല്ല വിശപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയാം. അപ്പൊ എങ്ങനെയാ പറയാ? വിശപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം ഒന്നും കഴിച്ചില്ല എന്ന് എങ്ങനെയാ പറയാ? ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹങ്കർ ഹി ഡിഡ് നോട്ട് ഈറ്റ്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹങ്കർ ഹി ഡിഡ് നോട്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹങ്കർ അല്ലെങ്കിൽ ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഹങ്കർ, അദ്ദേഹത്തിന് വിശപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി ഹി ഡിഡ് നോട്ട് ഈറ്റ്, അയാൾ ഒന്നും കഴിച്ചില്ല. ഒന്നുകൂടെ പറയാം, ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ഹങ്കർ ഹി ഡിഡ് നോട്ട് ഈറ്റ്, അദ്ദേഹത്തിന് വിശപ്പ് ഉണ്ടായിരുന്നിട്ട് കൂടി, വിശപ്പായിരുന്നിട്ട് കൂടി അദ്ദേഹം ഒന്നും കഴിച്ചില്ല. ഡിഡ് നോട്ട് ഈറ്റ്, ഒന്നും കഴിച്ചില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിന് ഭയങ്കര ദാരിദ്ര്യമായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹം പണം തന്നു എന്ന് പറയാണ്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും പണം തന്നു. ഈ ദാരിദ്ര്യമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ പണം കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് അതിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്, പോവർട്ടി എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് പണം തന്നു. ഇത് രണ്ടും വിപരീതമായ ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാ ഇത് ഇംഗ്ലീഷിൽ പറയാ? അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹം എനിക്ക് പണം തന്നു. എങ്ങനെയാ പറയാ? ഹി ഗേവ് മീ മണി ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി. ഹി ഗേവ് മീ മണി, അദ്ദേഹം എനിക്ക് പണം നൽകി. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും, ദാരിദ്ര്യമാണെങ്കിലും, ദാരിദ്ര്യമായിരുന്നിട്ട് കൂടി എന്നൊക്കെ നമുക്ക് പറയാന്നുള്ളതാണ്. ഹി ഗേവ് മീ മണി, അദ്ദേഹം എനിക്ക് പണം നൽകി. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും. ഹി ഗേവ് മീ മണി ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോവർട്ടി, അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തിലും അദ്ദേഹം എനിക്ക് പണം നൽകി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വിപരീതമായ ആശയങ്ങൾ വരുന്ന രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇൻസ്പൈറ്റ് ഓഫ്. ഇത് മാത്രം, ഇതേ അർത്ഥത്തിൽ നമുക്ക് ഡിസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈവൻ ദോ ഉപയോഗിക്കാം, ദോ ഉപയോഗിക്കാം, ഇനി ഈവൻ ബട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് ഇൻസ്പൈറ്റ് ഓഫ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും കേൾക്കുക. അതുപോലത്തെ ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞ് എഴുതി പഠിക്കുക. നിത്യജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരാറുള്ള ഒരു സിറ്റുവേഷൻ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ